മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഈ നജീബിന്റെ നിയമനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ശരിവെച്ചിരിക്കുകയാണ്. നജീബ് കാന്തപുരം MLA തന്നെയായി തുടരുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. എതിർ സ്ഥാനാർത്ഥിയുടെ ആക്ഷേപം എന്നത് 348 തപാലോട്ടുകൾ എണ്ണിയിരുന്നില്ല, അത് തിട്ടപ്പെടുത്തിയിരുന്നില്ല, അത് അസാധുവാക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നജീബിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉള്ളത്. പ്രകാശ്, ഇപ്പോൾ വലിയ ആശ്വാസമാണ് നജീബ് കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് എണ്ണപ്പെട്ട വോട്ടുകൾക്ക് വിജയം നിശ്ചയിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രധാനപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് നടന്നത്? എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്തി ഹർജി തള്ളിയത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അത് ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം 38 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന നജീബ് കാന്തപുരം വിജയിച്ചത്. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭരണാധികാരിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KPM മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് CS സുധയുടെ അധ്യക്ഷതയിലുള്ള സിംഗിൾ ബെഞ്ച് തള്ളിയിട്ടുള്ളത്. സീൽ ചെയ്ത് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഹൈക്കോടതി നേരത്തെ വിളിച്ചു വരുത്തുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു. തപാൽ ബാലറ്റുകൾ അടങ്ങിയ പെട്ടികളിൽ കൃത്രിമം നടന്നതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയെ അറിയിച്ചത്. എന്തായാലും നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവെച്ചുകൊണ്ട് മുസ്തഫയുടെ KP മുഹമ്മദ് മുസ്തഫയുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 38 വോട്ടുകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം വിജയിക്കുകയും ചെയ്തത്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനം ഈ നജീബ് കാന്തപുരം ഒരു തടസ്സ ഹർജി നൽകിയിരുന്നു. ആ ഹർജി ഉൾപ്പെടെ കോടതി തള്ളുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടായി. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് രേഖകളൊക്കെ അടങ്ങിയ പെട്ടി കാണാനില്ല എന്നത് വലിയ വിവാദമായിരുന്നു. അങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ ഇതിലുണ്ടായിരുന്നല്ലോ പ്രകാശ്. തീർച്ചയായും അപൂർവമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ കേസിന്റെ വാദപ്രതിവാദങ്ങളും നടപടിക്രമങ്ങളും പരിശോധനകളും എല്ലാം നടന്നത്. ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഹൈക്കോടതി വിളിച്ചു വരുത്തി പരിശോധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ ഇതിൽ കൃത്രിമം നടന്നതായി ചില സൂചനകൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി പരിശോധന നടത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മണ്ഡലത്തിലെ 340 പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ 300ഓളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതാണ് എന്നുമായിരുന്നു KP മുഹമ്മദ് മുസ്തഫയുടെ പ്രധാനപ്പെട്ട വാദം. 38 വോട്ടുകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം വിജയിച്ചതും. അതുകൊണ്ട് തന്നെ നിർണായകമായിരുന്നു ഈ നീക്കങ്ങൾ. തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടികളിൽ കൃത്രിമം നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. 5ാം ടേബിളിൽ എണ്ണിയ 482 സാധുവായ ബാലറ്റുകൾ കാണാനില്ലെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു. 4ാം ടേബിളിലെ അസാധുവായ ബാലറ്റുകളുടെ ഒരു പാക്കറ്റിന്റെ പുറത്തുള്ള കവർ കീറിയ നിലയിലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ച ഘട്ടമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ചില ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നായിരുന്നു മുസ്തഫയുടെ പ്രധാനപ്പെട്ട വാദം. കോടതി നിർദ്ദേശത്തിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച പെട്ടികൾ കാണാതായത് വലിയ വിവാദത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. വ്യാപകമായ തെരച്ചിലിനൊടുവിലാണ് മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് ഈ ബാലറ്റ് പേപ്പറുകൾ സൂക്ഷിച്ച പെട്ടികൾ കണ്ടെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സബ് ട്രഷറിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ അബദ്ധത്തിൽ മാറിപ്പോയതാണെന്നാണ് അന്ന് നൽകിയ വിശദീകരണവും. അഭിലാഷ്. റൈറ്റ്, അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് ഈ കോടതി നടപടികളുടെ വിശദാംശങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, നജീബ് കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്നു ഒന്ന്. പ്രത്യേകിച്ച് 38 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 340 വോട്ടുകളുടെ സംബന്ധിച്ച പരാതി എന്നത് നിലനിൽക്കുന്ന ഒന്നാണ്. ഈ 340 വോട്ടുകളിൽ ഏതാണ്ട് 300 വോട്ട് തനിക്ക് ലഭിക്കേണ്ടതാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യവും. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചതെങ്കിലും അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് ഈ കേസിന്റെ ഒരു ചരിത്രം? അഭിലാഷ്
അഭിലാഷ്, ഈ ബാലറ്റ്, അതായത് തപാൽ വോട്ടുകൾ അടങ്ങുന്ന ബാലറ്റ് പെട്ടി കാണാതാവുകയും പിന്നീട് അത് വിവാദമാവുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ വിവാദമാവുകയും പിന്നീട് അത് സഹകരണ സംഘം സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയുമായിരുന്നു. കണ്ടെത്തിയ ശേഷം ഒരു കവർ കീറിയിരുന്ന സാഹചര്യവും ചില അസാധുവായ വോട്ടുകൾ അസാധുവായ സാഹചര്യവും ഒക്കെ ആ സമയത്ത് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബാലറ്റ് പെട്ടി കോടതിയിലേക്ക് വരുത്തി പരിശോധിച്ച ശേഷമാണ് ജസ്റ്റിസ് CS സുധ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് നജീബ് കാന്തപുരത്തിന് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. നജീബ് കാന്തപുരത്തിന് പെരിന്തൽമണ്ണ MLA ആയി തുടരാമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിധി. 348 വോട്ടുകളാണ് എണ്ണാനുള്ളത് എന്നാണ് ഇടത് സ്വതന്ത്രനായെന്ന് KPM മുസ്തഫ കോടതിയെ ബോധിപ്പിച്ചത്. 38 വോട്ടുകൾക്കാണ് അന്ന് നജീബ് കാന്തപുരം ജയിച്ചിരുന്നത്. മാത്രമല്ല അതിൽ 300ഓളം വോട്ടുകൾ തനിക്ക് അവകാശപ്പെട്ടതാണ്. തപാൽ വോട്ടുകളിൽ 300 വോട്ടുകൾ തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് KPM മുസ്തഫയുടെ അവകാശവാദം. അതുമായാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അഴിമതി ഉണ്ടായി, അതിനുശേഷമാണ് ബാലറ്റ് പെട്ടി കാണാതായത് എന്നൊരു ആരോപണം കൂടി ഇടത് സ്വതന്ത്രനായ KPM മുസ്തഫ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല ഇത് നമുക്ക് ഈ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം ബാലറ്റ് പെട്ടി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലെ ബാലറ്റ് പെട്ടി കാണാതാകുന്നത്, പ്രത്യേകിച്ചും തപാല് വോട്ടുകൾ ഉള്ള ബാലറ്റ് പെട്ടിയാണ്. 348 വോട്ടുകളാണ് അതിലുള്ളത്. ആ വോട്ടുകൾ ആ പെട്ടി കാണാതാകുന്നു. കാണാതായ ശേഷം ഈ പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണ സഹകരണ സംഘം സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും ആ പെട്ടികൾ കണ്ടെത്തുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ അതിൽ മാത്രമല്ല അതിൽ കവർ പൊളിച്ച നിലയിൽ കാണുന്നു. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ നജീബ് കാന്തപുരത്തിനെതിരെ ഇടത് സ്വതന്ത്രനായ KP മുഹമ്മദ് മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത്. നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് KPM മുസ്തഫ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ബാലറ്റ് പെട്ടിയുടെ വിശദാംശങ്ങൾ കൂടുതൽ കോടതിയിലേക്ക് വരുത്തി പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് ഇക്കാര്യത്തിൽ അന്തിമ വിധി ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, CN പ്രകാശിലേക്ക് വീണ്ടും പോകുമ്പോൾ, പ്രകാശ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ തടസ്സ ഹർജി തള്ളിയത് ഒരു പരിധിവരെ അന്ന് നജീബ് കാന്തപുരത്തിന് തിരിച്ചടിയെന്ന് തോന്നിയിരുന്നു. ഇനിയിപ്പോൾ മേൽക്കോടതികളെ അടക്കം സമീപിക്കാനാണല്ലോ എതിർ സ്ഥാനാർത്ഥിക്ക് സാഹചര്യമുണ്ടാകുന്നത്. മുഹമ്മദ് മുസ്തഫയ്ക്ക് സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇതേ ഹൈക്കോടതിയിൽ തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുകയോ അത്തരം നീക്കങ്ങളിലേക്ക് പോകുമോ, തുടർ നടപടികളിലേക്ക് പോകുമോ? അതിനുള്ള സാധ്യത ശേഷിക്കുക തന്നെയല്ലേ? തീർച്ചയായും തുടർ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് CS സുധയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതായാലും അതിന്മേൽ അപ്പീലുകൾക്കുള്ള സാധ്യത എന്തായാലും ഹർജിക്കാരൻ പരിശോധിക്കും എന്നത് നിശംശം പറയാൻ കഴിയും. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി 38 വോട്ടുകൾക്കാണ് തോറ്റുപോയത്. ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അതിൽ ചില കൃത്രിമം നടന്നതായും അതിന്റെ ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം നടന്നതായുള്ള ബോധ്യവും ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ ഉത്തരവിനെതിരെ അപ്പീൽ പോകും, തുടർ നടപടികൾ അപ്പീൽ പോകും എന്ന് തന്നെ വേണം കരുതാൻ. അത് അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ അവർ ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ടെലിഫോൺ ലൈനിൽ ഉണ്ട്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് നിലയിലാണ് എനിക്ക് താങ്കളിലേക്ക് വരേണ്ടി വരുന്നത്. ഒന്നൊരു MP എന്ന നിലയിൽ താങ്കളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാകുന്ന ഒന്ന്, അതിനപ്പുറത്ത് അതിൻ്റെ ഒരു നിയമവശം കൂടിയുണ്ടല്ലോ. എന്താണ്, അതായത് ഇതിപ്പോൾ എങ്ങനെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം കോടതി ഈ ഹർജി തള്ളിയത് എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിനകത്ത് ഇലക്ഷൻ ഹർജി കൊടുത്തത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അസാധുവായിട്ടുള്ള വോട്ടുകൾ എണ്ണണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് ഇലക്ഷൻ ഹർജിക്കാരന്റെ, അതായത് മുസ്തഫയുടെ ഹർജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ വോട്ട് ചെയ്തു, ആ വോട്ട് അസാധുവായത് ആ പറയുന്ന വോട്ടർമാരുടെ കുഴപ്പം കൊണ്ടല്ല, അത് വോട്ട് ചെയ്യിപ്പിച്ച ഓഫീസർമാരുടെ കുഴപ്പം കൊണ്ടാണ്. അതുകൊണ്ട് ആ വോട്ട് എണ്ണണമെന്നാണ് ഇലക്ഷൻ ഹർജിയുടെ അടിസ്ഥാനം. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അസാധുവായിട്ടുള്ള വോട്ടുകൾ കൂടി എണ്ണണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തുള്ള
പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വോട്ടുകളെല്ലാം എണ്ണുമ്പോൾ എല്ലാവരുടെയും കൗണ്ടിംഗ് ഏജന്റുമാർ അവിടെ ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ശ്രീ ഹാരിസ് ബീര, ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്, പിന്നീട് താങ്കളെ ബന്ധപ്പെടാം. ഒരു അംഗീകാരമായിട്ട് കൂടി ഈ കോടതി വിധിയെ നമുക്ക് കാണാവുന്നതാണ്. നജീബിന് എല്ലാ തരത്തിലുള്ള ആശംസകളും ഈ അവസരത്തിൽ നേരിടുന്നു. വിഷയം പോയിക്കോളി, നമുക്ക് ബാക്കി യോഗം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം. വിഷയം എടുത്തോ. ശരി, എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ് അവർ പങ്കുവച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതും, അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു മുന്നണി ഭരണ തുടർച്ച നേടിയ സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തിരിച്ചടികൾ ഉൾപ്പെടെ വലതുമുന്നണി നേരിട്ട ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു. അതിനിടയിലാണ് ഏതെങ്കിലും ഒരു MLA പോലും സ്ഥാനം നഷ്ടപ്പെടുന്നുവെങ്കിൽ, അയോഗ്യനാക്കപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുന്നുവെങ്കിൽ ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു സമയം കൂടിയാണിത്. അവിടെ ഇപ്പോഴിതാ വീണ്ടും ആശ്വാസകരമാകുന്ന ഒന്ന് വലതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിനു മുമ്പ് തൃപ്പൂണിത്തറയിലും ഒരു കേസ് നിലനിന്നിരുന്ന പശ്ചാത്തലമുണ്ട്. കെ ബാബുവിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കോടതി നടപടികളിലേക്ക് കടന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നജീബ് കാന്തപുരത്തിൻ്റെ വിജയം കോടതി ശരിവെക്കുന്നത്. എതിരാളിയുടെ ഹർജി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ആജ്ഞ തുടരാം. അഭിലാഷ്, ഇപ്പോൾ നജീബ് കാന്തപുരത്തിന് ആശ്വാസമായിരിക്കുന്ന വിധി തന്നെയാണ് വന്നത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിലും ഈ വർഷം തന്നെയാണ് ഇങ്ങനെ, അതായത് ഈ തവണ 2 ഹർജികളാണ് 2 MLA-മാരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നത്. ഒന്ന് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൽ M. സ്വരാജ് കെ ബാബുവിന് എതിരെ നൽകിയ ഹർജിയാണ്. മറ്റൊന്ന് ഇപ്പോൾ ഈ നജീബ് കാന്തപുരത്തിന് എതിരെ KPM മുസ്തഫ നൽകിയിരിക്കുന്ന, ഇടത് സ്വതന്ത്രനായ KPM മുസ്തഫ നൽകിയിരിക്കുന്ന ഹർജി കൂടിയാണ്. എന്തായാലും രണ്ട് തെരഞ്ഞെടുപ്പുകളും ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് ജസ്റ്റിസ് CS സുധയുടെ സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ്, അതായത് അസാധുവായ വോട്ടുകൾ എണ്ണിയില്ല, പ്രത്യേകിച്ചും തപാൽ വോട്ടുകളിൽ അസാധുവായ വോട്ടുകൾ എണ്ണിയില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് മുസ്തഫ കോടതിയിൽ എത്തിയിരുന്നത്. മാത്രമല്ല, നജീബ് കാന്തപുരത്തിന്റെ വിജയം 38 വോട്ടുകൾക്കാണ്. ഈ തനിക്ക് ലഭിക്കേണ്ടത് 300 വോട്ടുകളാണ് ആ ബാലറ്റ് പെട്ടിയിലുണ്ടായത്. 340 വോട്ടുകൾ ബാലറ്റ് പെട്ടിയിലുണ്ടായിരുന്നു. അതിൽ 300 വോട്ടുകളും തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്ന് കാണിച്ചാണ് KPM മുസ്തഫ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം. നമുക്ക് ചർച്ചകളിൽ നിറഞ്ഞുനിന്നിരുന്ന ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചകളിൽ അങ്ങേയറ്റം നിറഞ്ഞുനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ബാലറ്റ് പെട്ടി കാണാതായതും അത് പിന്നീട് കണ്ടെത്തുന്നതുമായ സാഹചര്യം. മാത്രമല്ല, കണ്ടെത്തിയിരുന്നപ്പോൾ തന്നെ അതിലെ ചില വോട്ടുകൾ അസാധുവായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ചില വോട്ടുകളുടെ കവറുകൾ കീറിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വിശകലനം. മാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും കോടതി ബാലറ്റ് പെട്ടിയുമായി ബന്ധപ്പെട്ടും നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് എന്ന് കാണിച്ചു തന്നെയാണ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പും ഇപ്പോൾ പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പും കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഇതിലെ 2 കേസുകളുടെയും സമാനതകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മതചിഹ്നം ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഹിന്ദു വിശ്വാസികളെ കയ്യിലെടുക്കാൻ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചിട്ടുള്ള വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ബാലറ്റ് പെട്ടിയിൽ തപാൽ വോട്ടുകൾ എണ്ണിയില്ല. അത് മാത്രമല്ല, പെട്ടി കാണാതാവുകയും ചില വോട്ടുകൾ അസാധുവാവുകയും ചെയ്ത സാഹചര്യം അത് തനിക്ക് കിട്ടേണ്ടത് എന്നായിരുന്നു CPM സ്വതന്ത്രനായിരുന്ന KPM മുസ്തഫയുടെ വാദം. ഈ 2 വാദങ്ങളും, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2 കേസുകളായിരുന്നു ഈ വർഷം തന്നെ കോടതിയിലെത്തിയത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കേസുകളിലും തെരഞ്ഞെടുപ്പ്, അതായത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്.
ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ഹാരിസ് ബീരാൻ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാലറ്റ് പെട്ടിയിൽ എത്ര വോട്ടുകൾ ഉണ്ടായിരുന്നു, അസാധുവായ വോട്ടുകൾ എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ശരിവെച്ചുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഉള്ള സാധ്യതയുള്ളത് ഹയർ ഓപ്ഷനുകൾ ഈ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി